ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ വിശുദ്ധ അൽഫോൻസാമയോടൊപ്പം 7-ാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ദിനം നമുക്ക് വിശുദ്ധ അൽഫോൻസാമയുടെ ക്രൂശിതനോട് പ്രകാരമായിരുന്ന അൽഫോൻസാമയ്ക്ക് സ്നേഹമുണ്ടായിരുന്നതെന്ന് നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ കുറേയേറെ വചനങ്ങൾ നമുക്ക് വളരെയേറെ വെല്ലുവിളികൾ പകർന്നു തരുന്നവയാണ്. അതിലെ ഏറ്റവും ഇഷ്ടമേറിയ ഒരു തിരുവചനമാണ്: അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ഗുരുവിനോടൊപ്പം സദാസമയം കൂടെ നടന്ന് ഗത്സമനിയിലും കുരിശ് യാത്രയിലും അവസാനം കുരിശിന് കീഴെയും നിന്ന പ്രിയപ്പെട്ട അരുമ ശിഷ്യനെന്ന് സ്വയം വിശേഷിപ്പിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്നെയാണ്. അവൻ നടന്ന അതേ വഴി എന്താണ്? ക്രിസ്തു പറയുന്നു, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അധ്യായം 16 24 തിരുവചനം: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കുരിശ് എല്ലാവർക്കും പേടി സ്വപ്നമാണ്. കുരിശ് എന്ന് കേൾക്കുമ്പോൾ അതിലൊരു പോസിറ്റീവ് വൈബ് പലർക്കും കിട്ടാറില്ല. കുരിശിനെ ഭയക്കുന്നവരാണ് ഏറെ പേരും. ഇതെന്തൊരു കുരിശാണ് എന്ന് പറയുമ്പോൾ അത് നല്ല അർത്ഥത്തിലല്ല പലരും കാണുന്നതെന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശ് ഭോഷിതമാണ്, എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. കുരിശെടുത്ത് സാത്താനെ ഓടിച്ചവരുണ്ട്. പല വിശുദ്ധരും കുരിശടയാളം കൊണ്ട് അനേകം രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ക്ലാര തൻ്റെ സഹോദരിമാർക്ക് ഭക്ഷണത്തിന് തികയാതെ വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരപ്പത്തിൽ കുരിശടയാളം വരച്ച് അപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കുരിശ് രക്ഷയുടെ ചിഹ്നമാണ്. പല വിശുദ്ധരുടെയും ചരിത്രം നാം പരിശോധിക്കുമ്പോൾ സഹനം ചോദിച്ചു വാങ്ങിയവർ അനേകരുണ്ട്. കുരിശിനെ ആഞ്ഞുപുൽകിയവർ പലരുണ്ട്. ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പല വിശുദ്ധരുടെയും ആദർശവാക്യമായിരുന്നു. അതിലൊരുവളാണ് വിശുദ്ധ അൽഫോൻസ. അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ സഹനം കുരിശിനെ ആഞ്ഞുപുൽകിയവളാണ്. ജനനത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ടപ്പോൾ തൻ്റെ ജീവിതത്തിലെ വലിയ കുരിശ് ചുമക്കാൻ അന്നു മുതൽ അൽഫോൻസാമ്മ ആരംഭിച്ചു. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ടവളെ പേരമ്മ വളർത്തുകയായിരുന്നു. പേരമ്മയ്ക്ക് തൻ്റെ മകളോടുണ്ടായിരുന്ന അതീവ വാത്സല്യവും അതീവ സ്നേഹവും നിമിത്തം എൻ്റെ കുഞ്ഞിന് ഒരു കുറവും ഉണ്ടാകരുത്, അവളെ ആരും മാറ്റി നിർത്തരുത് എന്നുള്ള കാർക്കശ്യം മൂലം സ്നേഹം അമിതമായപ്പോൾ ആ സ്നേഹം ചിലപ്പോഴൊക്കെ അൽഫോൻസാമയ്ക്ക് കുരിശായും മാനസിക സംഘർഷത്തിനിടയായും വന്നു ചേർന്നിരുന്നു. തൻ്റെ സൗന്ദര്യം പലരെയും ആകർഷിച്ചപ്പോൾ എന്തിന് പേരമ്മ തന്നെ വിശുദ്ധ അൽഫോൻസാമയെ വിവാഹിതയാക്കാൻ പരിശ്രമിക്കുന്ന സമയത്ത് തനിക്ക് പാവപ്പെട്ട ക്ലാരസഭയിൽ അംഗമായി സന്യാസി ദൈവവിളി സ്വീകരിക്കണമെന്ന തൻ്റെ അദമ്യമായ ആഗ്രഹം നിറവേറ്റുവാൻ പേരമ്മയുടെ ശാഠ്യങ്ങൾ തടസ്സമാണെന്ന് മനസ്സിലാക്കിയ അവൾ സ്വയം ഉമിത്തിയിൽ കാലുവയ്ക്കുവാൻ തയ്യാറാകുകയായിരുന്നു. കാലു മാത്രം വെച്ച് വിരൂപമാക്കാൻ ശ്രമിച്ച അവളുടെ ദേഹം മുഴുവനും പൊള്ളിയപ്പോൾ ആ സഹനം അന്ത്യം വരെ നിലനിന്നതായും ആ കുരിശ് അന്ത്യം വരെ ചുമന്നതായും നമ്മൾ അവളുടെ ജീവചരിത്രത്തിൽ വായിക്കുന്നു. വെറും 13 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ പേരപ്പനോട് തന്നെ അമിതമായ വിവാഹത്തിന് പേരമ്മ നിർബന്ധിച്ചപ്പോഴും ശാഠ്യം പിടിച്ചപ്പോഴും എല്ലാം പറയുന്നുണ്ട്, പേരപ്പ, ഈശോയുടെ 5 തിരുമുറിവുകളെ പ്രതി എന്നെ വിവാഹത്തിന് നിർബന്ധിക്കരുതേ എന്ന്. കുഞ്ഞിലെ തന്നെ സ്വന്തം അപ്പൻ മണലിൽ ചരലു വാരി വെച്ച് അതിൽ മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ച ആ അപ്പൻ്റെ ത്യാഗവും സഹനവും കുരിശിനെ പുൽകുന്ന രീതിയും കണ്ടതുകൊണ്ടാകാം കുഞ്ഞു മനസ്സിൽ കുഞ്ഞുനാളിൽ മുതൽ ഈശോയുടെ തിരുമുറിവുകൾ ധ്യാന വിഷയമായത്. പാരവശ്യത്തിൻ്റെ നാളുകളിൽ രാത്രി നീ എന്തു ചെയ്യുകയാണെന്ന് അന്നത്തെ ചങ്ങനാശ്ശേരി മെത്രാൻ അഭിവന്യ ജെയിംസ് കാളാശ്ശേരി മെത്ര ചോദിച്ചപ്പോൾ ഞാൻ സ്നേഹിക്കുകയാണെന്നാണ് അൽഫോൻസാമ്മ ഉത്തരം നൽകിയത്. അതെ, കുരിശ് അവൾക്ക് സ്നേഹമായിരുന്നു. അവൾ പറയുമായിരുന്നു, ഒരു രാജാവ് തൻ്റെ പ്രജകളിൽ ഏറ്റവും പാവപ്പെട്ടവളെ വിവാഹം ചെയ്താൽ
വിവാഹശേഷം രാജാവിൻ്റെ സ്വത്തുക്കൾക്ക് രാജ്ഞി അവകാശിയാകുന്നത് പോലെ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ സ്വത്തായ കുരിശ്, ആ കുരിശിന് ഞാനും അവകാശിയാണ്. കുരിശ് വരുമ്പോൾ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടതല്ലേ? ഞാൻ എന്തിനാണ് അതിന് മടിക്കുന്നത്? തൻ്റെ അരികിൽ നവസന്യാസിനികൾ ഉപദേശത്തിനായി തേടി വരുമ്പോൾ അൽഫോൻസാമ്മ എപ്പോഴും പറയുമായിരുന്നു, നല്ല ഗോതമ്പ് മണികൾ പൊടിച്ചെടുത്ത് നല്ല മാവായി അത് ഓസ്തിയായി രൂപപ്പെട്ട് വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ എടുത്തുയർത്തി ആശീർവദിച്ചു കഴിയുമ്പോൾ ഈശോയുടെ തിരുശരീരമായി മാറുന്നു. അതുപോലെ തന്നെ നല്ല മുന്തിരി ചക്കിലിട്ട് പിഴിഞ്ഞ് മുന്തിരി നീരായി എടുത്ത് അത് വീഞ്ഞായി മാറിക്കഴിയുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുമ്പോൾ അത് ഈശോയുടെ തിരുരക്തമായി മാറുന്നു. ഈശോയുടെ തിരുശരീരവും ഈശോയുടെ തിരുരക്തവുമായി മാറുന്ന അപ്പവും വീഞ്ഞും ഒട്ടേറെ സഹനങ്ങളിലൂടെ ചതഞ്ഞറയിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് വിശുദ്ധ അപ്പമായും വിശുദ്ധ വീഞ്ഞായും മാറുന്നത്. അതുപോലെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന കുരിശുകളും സഹനങ്ങളും ഏറ്റെടുക്കുവാൻ മടി കാണിക്കരുതെന്ന് അൽഫോൻസാമ്മ അവരെ ഓർമ്മിപ്പിച്ചു. സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് ചങ്കുപൊട്ടി നിലവിളിച്ചത് മറ്റാരുമല്ല, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. ഫ്രാൻസിസ് അസീസിയുടെ മകൾ എന്ന നിലയിൽ ക്രൂശിതനായ യേശുവുമായുള്ള വ്യക്തിപരമായ സ്നേഹത്തിൽ ആഴപ്പെടുക എന്ന ഫ്രാൻസിസ്കൻ ക്ലാര സഭയുടെ സിദ്ധിയുടെ കാതൽ വിശുദ്ധ അൽഫോൻസാമ്മ തൻ്റെ ജീവിതത്തിൽ പരിപൂർണമായും പ്രാവർത്തികമാക്കി. സ്വന്തം രോഗങ്ങളുടെ അവശതകൾ മാത്രമല്ല, അതിലെ സഹനങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരുടെ രോഗങ്ങളും മറ്റുള്ളവരുടെ കുരിശുകളും ഈശോയിൽ നിന്ന് സ്വീകരിച്ചു വാങ്ങിയവളാണ് വിശുദ്ധ അൽഫോൻസ. വേദനകൾ കുറവായിരുന്ന ദിവസങ്ങളിൽ വിശുദ്ധ അൽഫോൻസാമ്മ ഈശോയോട് ചോദിക്കുമായിരുന്നു, എന്തേ ഇന്ന് സഹനം കുറഞ്ഞു പോയത്? ഈശോയ്ക്ക് എന്നോട് കെറുവാണോ, ദേഷ്യമാണോ, ഇഷ്ടക്കേടാണോ എന്ന്. അങ്ങനെയായിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മ കുരിശിനെ പുൽകിയിരുന്നത്. തൻ്റെ രോഗശയ്യയിൽ തന്നെ സന്ദർശിക്കാൻ വന്നവരോട് അൽഫോൻസാമ്മ പറയുമായിരുന്നു, എനിക്കെന്ത് സുഖമാ, കട്ടിലുണ്ട്, തലയണയുണ്ട്, എൻ്റെ കൈകൾ അനക്കാം, കാലുകൾ അനക്കാം. എന്നാൽ ഈശോയോ ആ കുരിശിൽ കൈകാലുകൾ അനക്കാൻ വയ്യാതെ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് എത്രയോ ആശ്വാസമാണ് ലഭിക്കുന്നത് എന്നോർക്കുമ്പോൾ ഞാൻ സഹിച്ചത് പോരാ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്ന്. അൽഫോൻസാമ്മയുടെ ആദർശവാക്യമായിരുന്നു വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 12 24 തിരുവചനം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും. തന്നോട് പ്രാർത്ഥന ചോദിച്ചു വരുന്നവരോട് വിശുദ്ധ അൽഫോൻസാമ്മ പറയുമായിരുന്നു, എന്നോട് അപേക്ഷിക്കാൻ വന്നാൽ നിങ്ങൾക്ക് കുരിശേ ലഭിക്കുകയുള്ളൂ. അതിന് ശക്തിയുണ്ടെങ്കിൽ മാത്രം എന്നോട് അപേക്ഷിച്ചാൽ മതി. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, കുരിശ് കിട്ടുന്നതോടൊപ്പം അത് ഏറ്റെടുക്കുവാനുള്ള ശക്തിയും നിങ്ങൾക്ക് ലഭിക്കും. തൻ്റെ അടുത്ത് നിത്യവ്രതത്തിനൊരുങ്ങി ഉപദേശം ചോദിച്ചു വന്ന സന്യാസിനികളോട് വിശുദ്ധ അൽഫോൻസാമ്മ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ ജീവിതത്തിലെ സംഭവം എടുത്തു പറഞ്ഞാണ് അന്ന് അവരെ ഉപദേശിച്ചത്. അതിപ്രകാരമാണ്. നിത്യവ്രതത്തിനൊരുങ്ങുന്ന ദിവസം വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് തൻ്റെ കന്യകാമഠത്തിൻ്റെ നടുമുറ്റത്തുള്ള ക്രൂശിത രൂപത്തിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഈ ക്രൂശിത രൂപത്തിന് ചുറ്റും മുള്ളുകളാൽ നിറയപ്പെട്ട റോസാ ചെടി കയറിപ്പറ്റിയിരുന്നു. നിറയെ പൂക്കളുമുണ്ടായിരുന്നു. ഈശോ മാർഗരറ്റ് മേരി അലക്കോക്കിനോട് പറഞ്ഞു, നീ എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുക. അതിനുശേഷം അടുത്തടുത്ത് മാർഗരറ്റ് മേരി അലക്കോക്ക് ഈശോയെ ഇതുപോലെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ ചെന്നു. ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പൂക്കളെല്ലാം കൊഴിഞ്ഞുപോയി. അപ്പോൾ ഈശോ അവളോട് ആവശ്യപ്പെട്ടു, ഇനിയും നീ അതുപോലെ ആവർത്തിക്കുക. ആദ്യം പൂക്കളുണ്ടായിരുന്നു, ഇപ്പോൾ മുള്ളുകളാണ്. ജീവിതത്തിലും ഇങ്ങനെയൊക്കെയാണ്. വിശുദ്ധ അൽഫോൻസാമ്മ സന്യാസിനികളോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. കൊച്ചു കൊച്ചു സഹനങ്ങളേ ഇപ്പോഴുള്ളൂ. ജീവിതത്തിൽ ഇനിയും അങ്ങോട്ട് വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ, വലിയ സഹനങ്ങളും കുരിശുകളും ലഭിക്കുമ്പോൾ, അപ്പോഴും ക്രൂശിതനെ ആഞ്ഞു പുൽകാൻ മടി കാണിക്കരുത്. തൻ്റെ അവസാന മരണത്തിൻ്റെ 4 ദിവസത്തിന് മുൻപ്
അൽഫോൻസാമ തൻ്റെ ജ്യേഷ്ഠത്തിക്ക് എഴുതിയ കത്തിൽ ഇപ്രകാരം പറയുന്നു: ഒരു സന്യാസിനിയാകുവാനുള്ള വരം എനിക്ക് ലഭിച്ചു. എന്നാൽ കർത്താവിനോട് കൂടി പീഡകൾ സഹിക്കുവാനുള്ള വരമാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് എന്ന്. അതിനുള്ള ഭാഗ്യം തമ്പുരാൻ എനിക്ക് നൽകി. വെള്ളിയാഴ്ച തോറുമുള്ള അവളുടെ പാരവശ്യം കണ്ട് അവളെ സമീപിച്ച വൈദികൻ ആരാഞ്ഞു: മകളെ, ഇത് ഈശോയുടെ പഞ്ചശതം എങ്ങാനുമാണോ? അൽഫോൻസാമയുടെ മറുപടി പ്രകാരമായിരുന്നു: അല്ല, എനിക്ക് അതിനുള്ള യോഗ്യത ഒട്ടുമില്ല പിതാവേ. പ്രാർത്ഥിച്ചാൽ മാത്രം മതി. സഹനത്തിനുള്ള അവസരങ്ങൾ കൂടുന്തോറും അവളുടെ മുഖപ്രസന്നത ഏറിയിരുന്നു എന്ന് നിന്നിരുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ അൽഫോൻസാമ പ്രകൃതിയിലെ ഉദാഹരണത്തിലൂടെ പറയുന്നു: കാക്കയും കുയിലും നോക്കുമ്പോൾ ഒരുപോലെയാണ്. വസന്തകാലം വരുമ്പോൾ അവരുടെ സ്വരം കേൾക്കുമ്പോഴാണ് കാക്കയേത് കുയിലേതെന്ന് മനസ്സിലാക്കുന്നത്. ജീവിതത്തിൽ കുരിശുകൾ ഏറുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസി ആരെന്ന് നമുക്ക് മനസ്സിലാക്കുക. നമുക്ക് വിശുദ്ധ അൽഫോൻസാമയുടെ ക്രൂശിതനോടുള്ള സ്നേഹം ധ്യാനിച്ചുകൊണ്ട് ആ ക്രൂശിതനെ അല്പസമയം ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എനിക്ക് വേണ്ടി എല്ലാ തുള്ളി രക്തവും ജലവും പകർന്നു നൽകിക്കൊണ്ട് മരണം വരിച്ച ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉത്ഥിതനായ ഈശോ നൽകിയ വാഗ്ദാനമാണ്: യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. യുഗാന്ത്യം വരെ എന്നും നമ്മോടൊപ്പമായിരിക്കുവാൻ അപ്പമായി തീർന്നവനാണിപ്പോൾ നമ്മുടെ മുൻപിൽ സന്നിഹിതനായിരിക്കുക. നേരിയ കാറ്റിന് പറത്തിക്കളയാൻ പോന്ന തിരുവോസ്തി,
സുനാമി തിരകളെ വരെ ശാന്തമാക്കുവാൻ പോകുന്ന ശക്തി അവിടത്തേക്കുണ്ടെന്ന് നാം അനുഭവിച്ചറിഞ്ഞവരാണ് ഓരോരുത്തരും. കർത്താവായ ഈശോയെ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് ക്രൂശിതനോടുണ്ടായിരുന്ന സ്നേഹം, എങ്ങനെയാണ് അവൾ കുരിശിനെ ആശ്ലേഷിച്ചത് എന്ന് ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. ക്രൂശിതനായ യേശുവേ, വിശുദ്ധ അൽഫോൻസാമ്മ തൻ്റെ ജീവിതത്തിൽ കുരിശിനെ പ്രകാരം പുൽകി അതുപോലെ മുഴുവൻ സാധിച്ചില്ലെങ്കിലും അല്പമെങ്കിലുമൊക്കെ ജീവിതത്തിൽ പകർത്തുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. കർത്താവായ യേശുവേ, ആ കുരിശ് സഹനമല്ല, രക്ഷയുടെ അടയാളമാണ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്കാണ് അത് ഭോഷത്വം. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അത് രക്ഷയുടെ അടയാളമാണ്, സൗഖ്യത്തിൻ്റെ ശക്തിയാണ്, ആത്മാവിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ തന്നെ സാന്നിധ്യമാണ് എന്ന തിരിച്ചറിവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. വിശുദ്ധ അൽഫോൻസാമ്മേ, ഈ മിനിറ്റുകളിൽ അങ്ങയുടെ ശക്തമായ മധ്യസ്ഥം ഞങ്ങൾ ഓരോരുത്തരോടും ഒപ്പം ഉണ്ടായിരിക്കട്ടെ. ജൂലൈ 28 അവിടുത്തെ തിരുനാളിന് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ആ കുരിശിൻ്റെ സാന്നിധ്യവും കുരിശിൻ്റെ ശക്തിയും തിരുക്കുരിശിൻ്റെ അഭിഷേകവും ഞങ്ങൾക്കും ഞങ്ങളോടൊപ്പമായിരിക്കുന്നവർക്കും ഞങ്ങളുടെ ചുറ്റിലുമുള്ളവർക്കും ഞങ്ങളെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അമ്മേ അൽഫോൻസാമ്മേ, ഞങ്ങളും ഒന്ന് പാടി പ്രാർത്ഥിച്ചോട്ടെ. അങ്ങയുടെ വത്സല പിതാവിനൊപ്പം, സ്നേഹിതരോടൊപ്പം, അമ്മച്ചിയോടൊപ്പം സന്ധ്യാപ്രാർത്ഥനയിൽ കുരിശിൻ്റെ സ്നേഹം വർണ്ണിച്ചുകൊണ്ട്, കുരിശിൻ്റെ ആ ത്യാഗം ഓർത്തുകൊണ്ട് പാടിയ, പ്രാർത്ഥിച്ച, അനുഭവിച്ച കുരിശിലെ സ്നേഹം ഒരു നിമിഷം ആ ഗാനം ഞങ്ങളും അമ്മയോടൊപ്പം പാടി പ്രാർത്ഥിച്ച് അഭിഷേകം സ്വീകരിക്കട്ടെ. നമുക്കൊരുമിച്ച് പാടാം. പരിത്രാണകനാമീശോ പോരുക, മമ മാനസപ്പൂവാടിയിൽ പോരുക, ദിവ്യ സ്നേഹാഗ്നി വീശി എന്നിൽ വാഴുക, സുരദീപ്തി ചിന്തി എന്നും വാഴുക. പരിത്രാണകനാമീശോ പോരുക, മമ മാനസപ്പൂവാടിയിൽ പോരുക, ദിവ്യ സ്നേഹാഗ്നി വീശി എന്നിൽ വാഴുക, സുരദീപ്തി ചിന്തി എന്നും വാഴുക. മുൾമൂടി ചൂടി വൻകുരിശേന്തി കാൽവരിയേറിയ നാഥ, നിൻമേനി പിളർന്നു ചോര ചൊരിഞ്ഞു നരരക്ഷ നേടിയ കഥയോർത്ത് സൂര്യപീയൂഷമെന്നും എനിക്കേകുക. നവജീവിതത്തിൻ പാതനീ കാട്ടുക, ദിവ്യ സ്നേഹാഗ്നി വീശി എന്നിൽ വാഴുക, സൂര്യദീപ്തി ചിന്തി എന്നും വാഴുക. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 53 കർത്താവിൻ്റെ ദാസനെക്കുറിച്ച്, സഹനദാസനെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായമാണ്. അവൻ പീഡകളേറ്റത് നമുക്ക് വേണ്ടിയാണ്. വ്യക്തമായ രൂപഭംഗിയോ ആകൃഷ്ടമായതൊന്നും അവനിലുണ്ടായിരുന്നില്ല. അവൻ മുറിവേറ്റത് നമുക്ക് വേണ്ടിയാണ്. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പോകുന്നു ആ വിവരണങ്ങൾ. ഈശോയെ, അങ്ങ് ഗത്സമനിയിൽ പ്രാർത്ഥിച്ചത്, രക്തം വിയർത്ത് പ്രാർത്ഥിച്ചത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു.
അങ്ങ് കുരിശ് ചുമന്നത് ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പീലാത്തോസിൻ്റെ അകത്തളത്തിൽ ഈ ഭൂമിയിൽ ആരും തന്നെ ഏൽക്കാത്ത ശിക്ഷകളും അടികളും ഏറ്റുവാങ്ങിയത് ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അതേ ഈശോയെ, കുരിശ് ഏറ്റി അങ്ങ് നടന്നു പോയപ്പോഴും അങ്ങ് വീണതും എഴുന്നേറ്റതും വീണ്ടും കുരിശ് ചുമന്നതും ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അതേ, വിശുദ്ധ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ കുരിശ് നാശത്തിനുള്ളതല്ല, രക്ഷയുടെ അടയാളമാണ്. അത് ദൈവശക്തിയുടെ സാന്നിധ്യമത്രേ. ഈ സത്യം വിശുദ്ധ അൽഫോൻസാമ പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവൾ തൻ്റെ ദൈവവിളി കാത്തു സൂക്ഷിക്കാൻ ഈശോയുടെ 5 തിരുമുറിവുകളെ എന്നും ധ്യാനിച്ചിരുന്നത്. ഈശോയുടെ തിരുക്കുരിശിനെ എന്നും ആശ്ലേഷിച്ച് പിടിച്ചിരുന്നത്. അമ്മേ അൽഫോൻസാമേ, അന്നു മാത്രമല്ല ഇന്നും അമ്മയുടെ ആ ഭക്തി, ക്രൂശിതനോടുള്ള സ്നേഹം, കുരിശിനെ ആഞ്ഞു പുൽകുന്ന ആ സ്വഭാവം ജീവിച്ചിരിക്കുന്ന അങ്ങയുടെ അനുഗാമികളായ ഞങ്ങൾക്കും ഈ കേരള സഭയിലെ ഓരോ മക്കൾക്കും ലോകം മുഴുവനും സ്വർഗത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു നൽകണമേ. ഓ ഈശോയെ, കുരിശ് അത് രക്ഷാകരമാണ്. ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഓരോ കുരിശുകളും അത് 1 സെക്കൻഡ് നേരത്തേക്കായിരിക്കാം, 1 മണിക്കൂർ നേരത്തേക്കായിരിക്കാം, 1 ദിവസത്തേക്കായിരിക്കാം, ദിവസങ്ങൾ നീണ്ടതായിരിക്കാം. ഒന്നും കളയാതെ ഈ കാസ ഞാൻ മട്ടുവരെ കുടിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ അൽഫോൻസാമയുടെ മനോഭാവത്തോടെ കുരിശുകളൊന്നും നഷ്ടപ്പെടുത്താതെ ശേഖരിച്ച് സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടികളായി ഉപയോഗിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചു നൽകണമേ. വിശുദ്ധ അൽഫോൻസാമ പ്രാർത്ഥിച്ചു, ഈശോയെ, ഓ ദിവ്യനാഥ, അങ്ങയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിൽ എന്നെ മറയ്ക്കണമേ. സ്നേഹിക്കപ്പെടുവാനും വിലമതിക്കപ്പെടുവാനുമുള്ള എൻ്റെ ആശയിൽ നിന്നും എന്നെ വിമുക്തയാക്കണമേ എന്ന്. കുരിശിൻ്റെ സ്നേഹം ആവോളം നുകർന്നവർക്ക് മാത്രമേ അങ്ങനെ പ്രാർത്ഥിക്കാനാകൂ. പൂർണ്ണമായും നമുക്ക് ആ കഴിവില്ല എങ്കിലും, ആ കൃപ ലഭിച്ചിട്ടില്ലെങ്കിലും, ആ കൃപ അല്പമെങ്കിലും ലഭിക്കുവാൻ വിശുദ്ധ അൽഫോൻസാമയുടെ ആ പ്രാർത്ഥന ഗാനരൂപത്തിൽ ഇപ്പോൾ നമ്മൾക്ക് ഭക്തിപൂർവം ആലപിക്കാം. തിരുഹൃദയത്തിലെ തിരുമുറിവിൽ നാഥ മറയ്ക്കണമേ, എന്നെ മറയ്ക്കണമേ. തിരുഹൃദയത്തിലെ തിരുമുറിവിൽ നാഥ മറയ്ക്കണമേ, എന്നെ മറയ്ക്കണമേ. പരമാണുപുരിയായി പരിണമിക്കും വരെ സ്നേഹാഗ്നി ജ്വാലയിൽ എരിയട്ടെ ഞാൻ. തിരുഹൃദയത്തിലെ തിരുമുറിവിൽ നാഥ മറയ്ക്കണമേ, എന്നെ മറയ്ക്കണമേ. സൃഷ്ടികളൊക്കെയും എന്നെ മറക്കട്ടെ, എന്നഹംഭാവവും മറക്കട്ടെ ഞാൻ. സൃഷ്ടികളൊക്കെയും എന്നെ മറക്കട്ടെ, എന്നഹംഭാവവും മറക്കട്ടെ ഞാൻ. മാധുര്യപൂർണനെ ഭൗമസമാശ്വാസം കൈപ്പായി മാറ്റുവാൻ കനിയേണമേ. തിരുഹൃദയത്തിലെ തിരുമുറിവിൽ നാഥ മറയ്ക്കണമേ, എന്നെ മറയ്ക്കണമേ. തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്ക് സൂക്ഷിച്ചു വീക്ഷിക്കാം. നമുക്കായി മുറിവേറ്റവൻ അവിടെയുണ്ട്, നമുക്കായി തകർക്കപ്പെട്ടവൻ അവിടെയുണ്ട്, നമുക്ക് വേണ്ടി പീഡകളേറ്റവൻ, നമ്മുടെ പാപഭാരങ്ങൾ വഹിച്ചവൻ, നമ്മുടെ കുരിശു വഹിച്ചവൻ അവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ വേദനകൾ ഇനി നമ്മുടെ കൈകളിൽ വയ്ക്കാതെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആ തിരുത്തോളിലെ തിരുക്കുരിശിനോട് ചേർത്ത് നമ്മുടെ ഭാരങ്ങൾ അവന് നൽകാം. അവൻ തയ്യാറാണ് ഇനിയും കുരിശു വഹിക്കുവാൻ. അവിടുന്ന് വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്, തിരുത്തോളിലെ തിരുമുറിവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മാരക പാപങ്ങൾ മറന്നു കളയുകയും ലഘുപാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വരെയുള്ള നമ്മുടെ സഹനങ്ങൾ ഓരോന്നും, ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ ഓരോന്നും, കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളും വ്യക്തി ജീവിതത്തിലെ വേദനകളും നൈരാശ്യങ്ങളും എന്തു തന്നെയായിക്കോട്ടെ, ആ തിരുത്തോളിൽ നമുക്ക് സമർപ്പിക്കാം. അവിടുന്ന് അതെല്ലാം ആശീർവദിച്ച് നമുക്കായി നൽകട്ടെ. അത് എന്തു തന്നെയായാലും ഈശോയോടൊപ്പം സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ വിശുദ്ധ അൽഫോൻസാമ പറഞ്ഞതുപോലെ സഹിക്കുകയല്ല, ഞാൻ സ്നേഹിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഈശോയുടെ കരങ്ങളിൽ നിന്ന് തന്നെ ആ സഹനങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, മാരക രോഗങ്ങളായിരിക്കാം, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം, ജീവിതത്തിൽ മുന്നോട്ട് ഒരടി വയ്ക്കുവാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം, എന്തു തന്നെയായിക്കോട്ടെ അവനെ ഏൽപ്പിക്കുക. അതെ, ഒപ്പമായിരിക്കുവാനാണ് അവൻ അപ്പമായി നമ്മുടെ മുമ്പിലുള്ളത്. ഗോതമ്പ് മണി അഴിഞ്ഞില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ ഏറെ ഫലം പുറപ്പെടുവിക്കും. ഏറെ ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് ഈശോ ആഗ്രഹിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഈശോയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പീഡിതനായ ക്രിസ്തുവിനെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് നമുക്കവനെ സ്നേഹിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. ദിവ്യശരീരം മാനവനായി നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ. ദിവ്യദിനത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? കഷ്ടതയിലും കരം പിടിച്ച്, കഷ്ടതയിലും കരം പിടിച്ച് കൺമണി പോൽ കരുതുന്നവൻ, നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? പരിശുദ്ധ
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എനിക്ക് വേണ്ടി എല്ലാ തുള്ളി രക്തവും ജലവും പകർന്നു നൽകിക്കൊണ്ട് മരണം വരിച്ച ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.